ഊട്ടിയിലെ നിരത്തുകളിൽ നല്ല ഓറഞ്ച് കളറിൽ ഭംഗിയായി ഒരുക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ്സ് അവിടെ കാണാം. ഇവിടെ ക്യാരറ്റ്സ് ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഈ യാത്രയിൽ ധാരാളം ക്യാരറ്റ്സ് പാടങ്ങൾ കാണുകയുണ്ടായി. ക്യാരറ്റ്സ് മാത്രമല്ല, ബീറ്റ്റൂട്ട്, റാഡിഷ്, ടർണിപ്പ് പോലുള്ള മറ്റിനം വെജിറ്റബിൾസും ഉണ്ട്. ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന ക്യാരറ്റ്സ് കണ്ടാൽ ആരായാലും വന്ന് വാങ്ങിപ്പോകും. കിലോ 100 രൂപ. ലാഭമാണല്ലോ. ഫ്രഷാണ്. ഊട്ടി വന്നിട്ട് ക്യാരറ്റ് വാങ്ങാതെ പോകാൻ പറ്റുമോ? ഊട്ടി ക്യാരറ്റ്. അതെ, കൊണ്ടുപോകാനുള്ള എളുപ്പത്തിന് അതിന്റെ ഇലയൊക്കെ മുറിച്ചു കളഞ്ഞു. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ തട്ടുകടയുണ്ട്. പ്ലേസസ് കാണുന്ന തിരക്കിൽ പ്രോപ്പർ ലഞ്ച് ഒന്നും നടക്കില്ല. കാണുന്നിടത്ത് നിന്ന് എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കണം. അങ്ങനെ അവിടെ നിന്ന് ആദ്യം കോൺ വാങ്ങിച്ചു. ചുട്ടതും പുഴുങ്ങിയതും ഒക്കെയാണ് വാങ്ങിച്ചത്. നല്ല ചൂടുണ്ടായിരുന്നു. നമ്മുടെ കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് സ്നാക്കാണിത്. കോൺ കുറച്ചൊക്കെ കഴിച്ചതിന് ശേഷം അടുത്തതായി നല്ല ചൂട് മാഗിയാണ് പറഞ്ഞത്. ഇവിടുത്തെ ക്ലൈമറ്റിന് പറ്റുന്ന രീതിയിൽ ചൂടും സ്പൈസിനെസ്സും ഒക്കെ ഉണ്ടായിരുന്ന നല്ല സൂപ്പർ മാഗി. നല്ല ചൂടുണ്ട്, ടേസ്റ്റ് ഉണ്ട്. ട്രൈ ചെയ്യട്ടെ. മാഗി ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. ഇലയുടെ പ്ലേറ്റ്, പ്ലാസ്റ്റിക് ഫ്രീ സോൺ. ഈ പരിസരത്ത് ഒരുപാട് വാനരന്മാർ നമ്മൾ വലിച്ചെറിയുന്ന ഫുഡ് കഴിക്കാൻ കാത്തു നിൽക്കുന്നുണ്ട്. വൈൽഡ് എലിമെന്റ്സിനെ നമ്മൾ ഫീഡ് ചെയ്തുകൂടാ. ബട്ട് ഇത് കോണായതുകൊണ്ട് അത് നമ്മൾ അവർക്ക് കൊടുക്കും. കുട്ടീനെയും കൊണ്ട് നിൽക്കുന്ന ആ അമ്മക്കുരങ്ങനെ കണ്ടപ്പോൾ കുട്ടികൾക്ക് വല്ലാത്തൊരു സ്നേഹം. എറിഞ്ഞു കൊടുക്കുന്ന കോണൊന്നും അവന് കിട്ടുന്നില്ല. പക്ഷേ അവൻ താഴെ നിന്ന് എന്തോ പെറുക്കി കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് നോക്കി. നേരെ നോക്കിയപ്പോൾ ഒരുത്തനിരുന്ന് കോൺ കഴിക്കുന്നതിൻ്റെ വേസ്റ്റ് താഴെ വീഴുന്നതാ ഇവൻ ഈ പറക്കി കഴിക്കുന്നത്. ഇനി ആ കടയിൽ ട്രൈ ചെയ്യാൻ ഒരു ഐറ്റം കൂടിയുണ്ട്, ബ്രെഡ് ഓംലെറ്റ്. അതും കോണിൻ്റെ ഇലയിൽ. ഈ സോൺ ആയതുകൊണ്ടാണ് കോണിൻ്റെ ഇലയിലാണ് ബ്രെഡ് ഓംലെറ്റ് തരുന്നത്. ഇതാണ് നമ്മുടെ ബ്രെഡ് ഓംലെറ്റ്. അവിടെ നിന്ന് ചെറുതായിട്ട് വയറൊക്കെ നിറച്ച് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ ഇനി അടുത്ത വിശേഷവുമായി കാണാം. Till then, bye.